പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മഹാന്മാരായ മനുഷ്യർ പണ്ടുകാലത്ത് എഴുതി വച്ചിട്ടുള്ള സാരോപദേശ കഥകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് ഇന്നത്തെ കഥയുടെ പേര്? നിൽക്കൂ, ആലോചിക്കൂ എന്നാകട്ടെ. ഒരിക്കലൊരു കാട്ടിൽ താമസിച്ചിരുന്ന ഒരു കുറുക്കൻ ഒരു അമളി പറ്റി. ഓട്ടത്തിനിടയിൽ അവനൊരു പൊട്ട കിണറ്റിൽ വീണുപോയി. കിണറ്റിൽ വെള്ളം കുറവായിരുന്നത് ഭാഗ്യം. പക്ഷേ അവിടെ കഴിയാൻ പറ്റില്ലല്ലോ. പുറത്തു കടക്കാൻ എന്താണൊരു വഴിയെന്ന് ആലോചിച്ചും ദുഃഖിച്ചും നിൽക്കെയാണ് മുകളിൽ നിന്ന് ഒരു നിഴൽ. ദാഹത്തോടെ വന്ന ഒരാട് കിണറ്റിലേക്ക് എത്തി നോക്കുകയാണ്. അവിടെ കുറുക്കനെ കണ്ട് അത് അത്ഭുതത്തോടെ ചോദിച്ചു, "അല്ല, ഇതാരാ? കുറുക്കൻ ചേട്ടനോ? നിങ്ങൾ അവിടെ എന്തെടുക്കുകയാണ്?" അനിയൻ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഭയങ്കരമായൊരു വരൾച്ചയുടെ വക്കത്താണ് നമ്മൾ, കുറുക്കൻ വ്യക്തമാക്കി. സമയം കളയാതെ ഞാൻ ഈ കിണറ്റിൽ ചാടി സ്ഥലം പിടിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ വെള്ളം ഒരിക്കലും വറ്റുകയില്ല. ഇത്രയും സ്വാദുള്ള വെള്ളം ഞാൻ എൻ്റെ ഓർമ്മ വച്ച നാൾ മുതൽ രുചിച്ചിട്ടുമില്ല. വേണമെങ്കിൽ നിനക്കും ഇങ്ങോട്ട് ഇറങ്ങി വരാം. ക്ഷണം കിട്ടിയതല്ലേ? കൂടുതൽ ഒന്നും ചിന്തിച്ചില്ല. ആട് കിണറ്റിലേക്ക് എടുത്തു ചാടി. കിട്ടിയ അവസരമുണ്ടോ കുറുക്കൻ പാഴാക്കുന്നു. അത് ആടിൻ്റെ മുതുകത്ത് ചാടിക്കയറി കൊമ്പുകളിൽ ചവിട്ടി കിണറ്റിന് വെളിയിലെത്തി. പാവം ആട് കിണറ്റിലിരുന്ന് മേൽപോട്ട് നോക്കി. കുറുക്കൻ സ്വന്തം താവളത്തിലേക്ക് യാത്രയുമായി. പോകും മുമ്പ് കിണറ്റിലുള്ള ആടിനെ നോക്കി കുറുക്കൻ ഇങ്ങനെ ഉപദേശിച്ചു, "അനിയ, വല്ലതുമൊന്ന് കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ എടുത്തു ചാടരുത്. അതിനു മുൻപ് ഒരു നിമിഷമെങ്കിലും സ്വയം ഒന്ന് ആലോചിക്കണം." കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? എന്താണ് ഈ കഥയുടെ സന്ദേശം? ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത്.